ശരി ചേരുവാനുള്ള ശരി ശരി കുറച്ച് ചേർന്ന് നിൽക്കും. ശരി ശരി അതുപോലെ ശരി
ശരി. ഇട്ടോട്ട് വന്നേ. ശരി. 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 ആ ഇപ്പോൾ ക്ലിയർ ചെയ്ത് നമുക്ക് പണിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ ഭാഷയായിട്ട് കുടിക്കാം. എല്ലാവരും കിട്ടും. ചേട്ടാ ഇങ്ങ് മതി. ചെറിയ ചോദിച്ചു ശരി. ചേട്ടാ ശരി. ലഭ്യമായിട്ട് അവസരത്തിലുണ്ട്. ശരി. ഞാൻ ഇതിലാണ്
സഹോദരങ്ങളെ, മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ചാച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും പ്രത്യാദരപൂർവ്വം പങ്കുചേരുകയാണ്. നമുക്കറിയാം, ഓരോ മരണവും നമുക്കൊത്തിരി ചിന്തകൾ നൽകുന്നുണ്ട്. ഞാനും ഒരു ദിവസം ഇതേപോലെ ഈ ഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്ന എല്ലാം ഉപേക്ഷിച്ച് യാത്രയാകേണ്ടവരുണ്ട്. അത് എപ്പോൾ എങ്ങനെ എന്ന് അത് ദൈവിക പദ്ധതിക്ക് നമുക്ക് വിടാം. സ്വാഭാവികമായും മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകുന്ന ദൈവശാസ്ത്രമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതം, ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ആ ജീവിതത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നത്. വലിയ നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെയൊക്കെ നാം പ്രാർത്ഥനാപൂർവ്വം കടന്നു പോകുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ പീഡാസകനങ്ങളെ ധ്യാനിച്ച് അവൻ്റെ കുരിശിൻ്റെ വഴികളെ അനുസ്മരിച്ച് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെയാണ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയും. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ നല്ല മറ്റപ്പുറം മറ്റൊരു ജീവിതം നമ്മുടെ മുമ്പിൽ സന്തോഷപൂർവ്വം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുക. ഈ ചാച്ചൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒത്തിരി ശിഷ്യന്മാരുമൊക്കെയുള്ള വ്യക്തിയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ, അറിവിൻ്റെ ബാലപാഠങ്ങളൊക്കെ നൽകിയ ഈ പ്രിയ അധ്യാപകൻ നീണ്ട വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായി കരുതാം. നീണ്ട 97 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും തൻ്റെ ഓട്ടം നന്നായി ഓടി പൂർത്തീകരിക്കുകയും ചെയ്തു. ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ടതും ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞത് തന്നെയാണ്, പിതാവ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദൗത്യങ്ങളെയും ഓരോ നിയോഗങ്ങളെയും ഏറ്റവും നന്നായി കൊണ്ടുപോകുക എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ തനിമ നിലനിർത്തിക്കൊണ്ട് നല്ല ഓട്ടം പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത് എന്ന് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. കാരണം മരണം നമുക്ക് ദുഃഖകരമായ അനുഭവമാണ് നൽകുന്നതെങ്കിലും അത് മാനുഷികമായ ചിന്തയാണ്. എന്നാൽ സ്വർഗീയ ജീവിതത്തിലേക്കുള്ള മുന്നാസ്വാദനമാണ് ഈ ലോക ജീവിതം എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മരണം സന്തോഷത്തിന് നിമിഷമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജനനം മരണത്തോടുകൂടി ആരംഭിക്കും. ഒരു ജനനത്തിൻ്റെ അവസാനവും മറ്റൊരു ജനനത്തിൻ്റെ ആരംഭവും അതിൻ്റെ ഒരു എൻഡ് ഈ മരണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ബാബുചേട്ടനും കുടുംബവും സഹോദരങ്ങളുമൊക്കെ തങ്ങളുടെ പ്രിയ പിതാവിന് വേണ്ടി ഒത്തിരി ത്യാഗത്തോടുകൂടി ശുശ്രൂഷ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സായാഹ്ന ജീവിതം, വാർദ്ധക്യ ജീവിതം ഏറ്റവും സന്തോഷകരമാക്കാൻ പരിശ്രമിച്ചു. വിശ്വാസപരമായിട്ടുള്ള എല്ലാ ഉദാശകളും ഒക്കെ സ്വീകരിച്ച് ഒരു നല്ല മരണത്തിന് ഈ സഹോദരനെ അവർ ഒരുക്കി. അതുതന്നെയാണ് മക്കൾ ഈ അപ്പനോട് ചെയ്യേണ്ട ഏറ്റവും നല്ല ഉത്തരവാദിത്വം. പ്രായാധിക്യത്താൽ വാർദ്ധക്യത്തിലൊക്കെ മാതാപിതാക്കളായിരിക്കുമ്പോൾ മക്കൾ അവരെ ചേർത്ത് നിർത്തി വേണ്ട ശുശ്രൂഷകളും വേണ്ട സ്വാന്തനങ്ങളും പരിചരണങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ഏത് വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത്
ഒരു നല്ല മരണമാണ്. അത് സന്തോഷത്തോടെ ആയിരിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ കുടുംബം നന്നായി തന്നെ എല്ലാം ക്രമീകരിച്ച് ഒരുക്കി ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ലോകത്ത് നിന്ന് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ സഹോദരി യാത്രയാകുമ്പോൾ ഈ കുടുംബത്തിന് മാനുഷിക തലത്തിൽ വേദനയുണ്ട്. പ്രിയപ്പെട്ട അപ്പൻ വേർപെട്ട ദുഃഖം മക്കൾക്കൊക്കെ ഉണ്ട്. 3 ആൺമക്കളും 3 പെൺമക്കളും അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെയായി വലിയൊരു കുടുംബം. എല്ലാ അർത്ഥത്തിലും ഇടവയോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു കുടുംബം. ബാബുച്ചേട്ടനാണെങ്കിലും വിൻസെൻ്റ് പോളിൻ്റെ ഫൊറോന പ്രസിഡന്റാണ്. അപ്പോൾ ആ രീതിയിൽ വിശ്വാസ കാര്യങ്ങളിൽ സഭയുടെ കൂട്ടായ്മയോടും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും ഈ നാട്ടിൻ്റെ നാനാത്മകമായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ അപ്പനിൽ നിന്ന് പഠിച്ച നല്ല പാഠങ്ങളാണ്. മറ്റ് സഹോദരങ്ങളും അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും നന്നായി എല്ലാം ക്രമീകരിക്കുന്നവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഇടവാസവത്തിൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പന്നീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും സ്നേഹിക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യത്തിന് കൊടുക്ക് തുല്യമാകുന്നു. മനുഷ്യനെ ഏർപ്പിക്കുന്നവരെ ഞങ്ങളുടെ തിരുനാമത്തിൽ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. അതിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാണ്. മനുഷ്യർക്കൂടെ കൊടുക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഏർപ്പിക്കുന്നവരെ ഞങ്ങളുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, ഹൃദയങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഏർപ്പിക്കുന്നവരെ ഞങ്ങളുടെ തിരുനാമത്തിൽ സ്തുതി. പരിമിതങ്ങളാകുന്നു. ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടാലും ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ എനിക്ക് ആശ്രയം. എല്ലാത്തിന്മേൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസമുള്ള പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഏർപ്പിക്കുന്നവരെ ഞങ്ങളുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ ഭരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർബലം മിശിഹാ കർത്താവേ, അകലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃതനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശുദ്ധിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ പറഞ്ഞ് ദുഃഖിക്കലും ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനഃശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവനെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിലെ കാവുകൾ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകത്ത് വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ പാപങ്ങൾ പൊറുക്കുകയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ഈ പുത്രൻ രക്ഷിതാത്മാവായ ഗർഭസ്നായും ഇന്ത്യാമറിയെന്ന് പറഞ്ഞ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രിസ്തുപെട്ട് മരിച്ചെടുത്ത് സാധാരണ മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളിലെത്തു സ്വർഗ്ഗത്തിനുള്ളിൽ സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ ബന്ധവാസിക്കുന്നു. അവിടുന്ന് വീട്ടിലെയും മരിച്ചവരെയും ജീവിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാതി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലെ ശത്രുഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണാത്മാവിന്റെ പ്രത്യാശയം നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരണം വരുമൊരു നാളോ വിവിധ ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അരസത കൂടി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ആരാധകനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ നമസ്കാര സുരക്ഷയുടെ പാഠത്തിലെ പ്രാർത്ഥനകൾ സമാപിച്ചു. എന്ത് സഹോദരനെ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇടവാങ്ങുന്നേടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാപിടമേ. കൃപയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സുഗതന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്ത
ഞാൻ പറഞ്ഞിട്ടോ അല്ല അതിൻ്റെ സംഭവം അറിയാം. യൂട്യൂബിൽ നമുക്ക് ബ്ലോക്കാണ്. നിങ്ങളിവിടെ നിൽക്കണ്ട, പോയി വണ്ടിയെ കയറി പൊപ്പം. വണ്ടിയെ കയറി എന്നിട്ട് ഇവിടെ കിടന്ന് വട്ടം കിടക്കുമല്ലോ എല്ലാവരും കൂടി. പോയി വണ്ടിയെ തിരിച്ച് വണ്ടിയെ കിടക്കല്ലേ. ും
മക്കളെല്ലാവരും ഇവിടെ വരും. നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണ്ണിനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം നൽകുന്ന അവിടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസാത്മദ്രിതവും പരിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ നീ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തിനെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കപടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ശോഭകണ്ട നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴിയുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കപടം നീ പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആകട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. മുമ്പിലൂടെ 2 ലൈനായിട്ട് വരിക. ഒരു ഈ സൈഡിലൂടെ മറ്റേ സൈഡിലൂടെ പുറത്തേക്ക് പോവുക. മൊബൈൽ പോക്കൽ ഇരിപ്പുണ്ട്, അതെടുത്ത് 2 സൈഡിലും പോക്കൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇരിക്കും. എന്റെ സഹോദരനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടഞ്ഞു നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നടത്തണമേ. നല്ല വരുത്തവരമ്മാനേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമയരും നൽകുന്നു. ആകാശമേ മുതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാല്. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന് സന്തോഷത്തിലാനന്ദിക്കും കർത്താവേ. ശോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുവിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം നാം തെളിവായി എന്നുടെ നാഥാവിൻ തിരുമിനിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായും നീ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ.
മർത്യശരീരങ്ങൾ കുത്താനും നീങ്ങുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവ് രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണിഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളേ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായ ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളേ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വലിയ നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളേ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരാണ് ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ നന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായി മഹനീയമായ നിത്യജീവനം നൽകി സ്വരാജ്യമാകുന്ന വർഷത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതികശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ പ്രതിസ്ഥാന സകല ചെയ്യാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കൊച്ചുമക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അജയബാജാൻ അർപ്പിച്ചു. പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടോ ഓക്കെ Thank you.